വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് നല്ല രുചിയും മണവും ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരിക്കൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പിന്നീട് ഒരിക്കൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കൂല കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കുകയല്ല എല്ലാവരും. ഹായ് ഹലോ, നമ്മൾ ഇന്ന് സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കേടുകൂടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഈ സാമ്പാർ പൊടി എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരുളി നന്നായിട്ട് ഇന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 150 ഗ്രാമോളം നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മല്ലി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ അടി കട്ടി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വേഗം നമ്മുടെ സാമ്പാർ പൊടി ചീത്തയാകും. അതുകൊണ്ട് ഡ്രൈ റോസ്റ്റ് തന്നെ ചെയ്തെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത് കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന്. ഇത് ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കണേ കുറച്ച് കൂടുതലാണ് കേട്ടോ. 150 മല്ലിയോളം എടുത്തേക്കണേ. കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേഗം തീരും ഇതൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഉണ്ടാക്കണത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ മല്ലിയൊക്കെ. ഇപ്പം നമ്മുടെ മല്ലിയൊക്കെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നല്ല കിലുകിലാന്ന് സൗണ്ട് വരും. അപ്പോൾ മനസ്സിലാവാം ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നെ ഒരെണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ടിക് ടിക് എന്നൊക്കെ ഒരു സൗണ്ട് വരും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ മല്ലി നന്നായിട്ട് ഇവിടെ വറവായിട്ടുണ്ടെന്ന് കേട്ടോ. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് കേട്ടോ. നമ്മളൊരു സാദാ മുളക് ഒരു 10-15 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി ഒരു 12 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട കേട്ടോ. നമ്മൾ മൂപ്പിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ആവില്ല, ആ ഒരു രീതിയിലൊന്നും വേണ്ട. നല്ല രീതിയിൽ പിടിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ ഇത് സാധനം ഇങ്ങനെ പൊങ്ങി വരും. നമ്മുടെ മുളകില്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അത് അപ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഒരുപാട് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു കാര്യം മറന്നു പോയിട്ട് പറയാൻ, എല്ലാം ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ. ഒട്ടും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ. ചെറിയ ചൂടിൽ വേണം എല്ലാം ചൂടാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ മുളകൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതും നമ്മുടെ മല്ലിയൊക്കെ മാറ്റി വെച്ചില്ലേ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 50 ഗ്രാമോളം നമ്മൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 50 ഗ്രാമോളം ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഈ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല രീതിയിൽ ചൂടാവുകയും വേണം കേട്ടോ. ചിലരാണെങ്കിൽ ഇതിലോട്ട് വടപ്പരിപ്പില്ലേ, പീസ് പരിപ്പ്, ആ ഒരു പരിപ്പും കൂടി ഇടും കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഒരു 50 ഗ്രാമോളം ചേർക്കാൻ നല്ലതാണ്. പിന്നെ തുവരപ്പരിപ്പും ചേർക്കുന്നവരുണ്ട്. നമ്മൾ സാമ്പാറിൽ പൊതുവെ തുവരപ്പരിപ്പ് ചേർക്കൂലേ, അതുകൊണ്ട് അത് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നുമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല, ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താണെന്നറിയാമോ, എല്ലാം ഒരുമിച്ചാണ് നമ്മൾ പൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 50 ഗ്രാമോളം പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചരി ആയാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സാമ്പാറിനൊരു എന്താ പറയുക, കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അരി ചേർക്കുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ട്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസ് ആണെങ്കിലും നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഉണക്കി എടുത്തിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അത് ആദ്യം തന്നെ പറയണമായിരുന്നു, ഞാൻ വിട്ടുപോയിട്ടോ, സോറി. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതും മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു 3 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ക്വാണ്ടിറ്റി കൂടിയാൽ കയ്പ്പ് രസം വരും കേട്ടോ. അതുകൊണ്ട് ഒരു 3 ടീസ്പൂണുകളൊക്കെ ധാരാളമാണ് കേട്ടോ. നല്ല രീതിയിൽ ചൂടാക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനവും നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പൊടി പെട്ടെന്ന് ചീത്തയാവും. എല്ലാം നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ സാമ്പാർ പൊടി കുറച്ച് ദിവസത്തേക്ക് ചീത്തയാവാതിരിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വേഗം ആവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കൈവിടാതെ ഇളക്കി തന്നെ എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഉലുവ ഇപ്പം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ.
ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ കായമാണ്. ഒരു 20 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുറിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് വെച്ചു കേട്ടോ. പക്ഷെ അത് ഒട്ടിപ്പിടിച്ചു. അതാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിടണം കേട്ടോ. നമ്മുടെ ഈ കായം ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കണം കേട്ടോ. ഇത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ വശവും ചൂടാവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് പൊടിപ്പിച്ചാൽ പൊടിയൂല. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ ബോൾ പോലെ പൊങ്ങി വരും. അപ്പോഴാണ് മനസ്സിലാവുക ഇത് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടെന്ന്. എന്നാലും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. എണ്ണ ഒഴിച്ച് വറുത്തെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് സാമ്പാർ പൊടി ചീത്തയാവും. അത് കുറച്ച് ദിവസത്തേക്ക് ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. പക്ഷെ വേഗം ചീത്തയാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എണ്ണ ഒഴിക്കാണ്ട് ഡ്രൈ റോസ്റ്റ് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കായ നല്ല രീതിയിൽ ബോൾ പോലെ പൊങ്ങി വന്നു. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെയായി പൊട്ടിച്ചെടുക്കാൻ നോക്കിയതാണ്. അതിപ്പോൾ നല്ല ഹാർഡാവും കേട്ടോ. ഈ സമയത്താണ് നമ്മളിത് ഇവിടെ നിന്ന് കോരിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ കോരിയെടുത്ത് തണുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ആ രീതിയിൽ വേണം കിട്ടാൻ കേട്ടോ. ഞാൻ കൈ കൊണ്ടൊക്കെ കുത്തി പൊട്ടിച്ചു. എന്നിട്ട് നമ്മളിത് കോരിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 10 തണ്ടോളം കറിവേപ്പിലയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ കറിവേപ്പില. ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ സാമ്പാർ പൊടിക്ക്. നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണായാലും കടായി ആയാലും അതുപോലെ തന്നെ ബോട്ടിലായാലും എന്തായാലും ഒന്നിലും ഒരു തരി പോലും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ചീത്തയായി പോകും കേട്ടോ. നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായി ചൂടായി വന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാവേ. നമ്മൾ വറുത്തെടുത്തതെല്ലാം നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കായൻ്റെ കൈ കൊണ്ട് ഞാൻ പൊട്ടിച്ചതാട്ടോ. പൊട്ടി വരുന്നുണ്ട്. ചിലരാണെങ്കിൽ കായം സെപ്പറേറ്റ് ആണ് പൊടിപ്പിക്കുക. ഇത് ഒരുമിച്ചാണ് കേട്ടോ പൊടിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് 2 വട്ടമായിട്ടാണ് നമ്മൾ പൊടിപ്പിക്കുന്നത്. കുറച്ചിട്ടിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ഒരു 1/2 ടീസ്പൂണോളം മതിയാകും കേട്ടോ മഞ്ഞൾപ്പൊടി. അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊടിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ സാമ്പാർ പൊടി നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 3 ബോട്ടിലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെറിയ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഒരു 1.5 മാസത്തേക്കുള്ളത് ഉണ്ടാവും. ഇത് നല്ല വെയിലുള്ള സമയത്ത് നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചീത്തയാവൂല. കേടുകൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരിക്കലും വറുത്തെടുക്കരുത് കേട്ടോ. സെപ്പറേറ്റ് തന്നെ ഓരോ ഇൻഗ്രീഡിയൻറ്റും വറുത്തെടുക്കണം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഈ സാമ്പാർ പൊടി കൊണ്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. സദ്യ സ്പെഷ്യൽ സാമ്പാർ എല്ലാവരും കാണുന്നത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. ഇതൊക്കെ എടുത്തിടുമ്പോഴും നല്ല മണമായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ലൊരു സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.